അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താൽ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ റോജൻ എന്നും പറഞ്ഞൊരു മകൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. റോജനെയൊക്കെ പ്രശ്നിച്ച റോജന് വീട് നല്ല വീടൊക്കെയാണ്, പക്ഷെ സ്ഥലം കുറവാണ് അവിടെ. അവരെ എന്നും ഒരു തിക്കുമുട്ടലുണ്ട് വീട്ടിൽ വരുമ്പോൾ അവർക്ക് അപ്പോൾ ഒരു പുതിയ വീട് വെച്ചപ്പോൾ വീടിൻ്റെ സ്ഥലം ഒതുങ്ങി. അപ്പോഴ് വീടിൻ്റെ പുറത്ത് ഒരു വഴിയുണ്ട്, ഉപയോഗിക്കാത്ത വഴിയാണ്. അപ്പം അതിൽ നിന്ന് അത് ഒരു സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഇവർക്ക് കുറച്ചുകൂടി സൗകര്യം ഉണ്ടാകും. പക്ഷേ ചോദിച്ചാൽ തരുമോ എന്നറിയത്തില്ല. ചില ആൾക്കാർ നമ്മൾ ആവശ്യം പറഞ്ഞു തന്നാൽ പിന്നെ അവർ ലോകത്തില്ലാത്ത വിലയൊക്കെ പറയത്തില്ലേ, എന്ന് ഞങ്ങളത് കൊടുക്കാൻ ഉദ്ദേശിക്കണില്ലെന്ന് പറയും. 12 കൊല്ലം നമ്മളെ നടത്തും. അവർക്കൊരാവശ്യം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഒരു ഭാരപ്പെട്ട നാട്ടിൽ നടപ്പുള്ള വിലയാണെങ്കിൽ കൊടുത്ത് കാശ് മേടിക്കണമല്ല. പക്ഷേ ഇവരങ്ങനെ അവർക്ക് കാശ് ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്കത് തരാതിരിക്കണം, എന്തെങ്കിലുമൊക്കെ ഏടാകൂടങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഏടാകൂടങ്ങൾ കുറേ ഉള്ളത് കാരണം ഏറ്റവും വലിയ ഏടാകൂടം അതൊന്നുമല്ല. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലൊരാൾ മരിച്ച്, ആ കുടുംബം മരിച്ചു. അപ്പം അത് 3 മാസം ആയുള്ളൂ. 3 മാസമായി. അപ്പോൾ ഇവർക്ക് റോജനയൊക്കെ ചോദിക്കാനൊരു റിലക്റ്റൻസി, ഇങ്ങനെയുള്ള കണ്ടീഷൻ ചോദിക്കണോ. ഇപ്പോൾ നമ്മൾ ചോദിച്ചില്ല, അവർ വേറെ ആർക്കെങ്കിലും സ്ഥലം വിറ്റുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ചോദിക്കണമല്ലോ, ചോദിക്കണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് അവസാനം ഇവർ 3 അമ്മയും ഭാര്യയും റോജനും സെപ്പറേറ്റ് ഉടമ്പടിയിലാണ്. ഒരു കുടുംബത്തിൽ തന്നെ 3 ഉടമ്പടിയാണ്. അപ്പോൾ അവർ അവസാനം പരിശുദ്ധാത്മാവ് നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ച് ചോദിക്കണത് വിഷമമുണ്ട്, ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളെ വിഷമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ വീട് വെച്ചപ്പോൾ ഒതുങ്ങിപ്പോയ സ്ഥലത്തകത്ത് പെരുമാറാൻ സ്ഥലമില്ല, ഞങ്ങൾക്കൊരു സെൻറ്റ് സ്ഥലം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഇവരോടത്ത് എന്തെങ്കിലും ഒരു കൊല്ലം കഴിഞ്ഞ് തരാമെന്നവരൊക്കെ പറയുമെന്ന് വിചാരിച്ചത്. പക്ഷെ അവർക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ആൾക്കാർ, ആ വീട്ടുകാർ. അത് പറഞ്ഞ് അതെന്താ, കുറച്ച് പണിയുണ്ടത്, വീട്ടുകാരൻ്റെ പുരയിടത്തു നിന്ന് പേരിൽ നിന്ന് എൻ്റെ പേരിലോട്ട് മാറ്റണം, എൻ്റെയും പിള്ളേരുടെയും പേരിലോട്ട് മാറ്റണം. മാറ്റിയാൽ തരുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വില നിശ്ചയിച്ച്. പക്ഷെ അത് 1 മാസത്തിനുള്ളിൽ ആ സംഭവമില്ല നടന്നു. റോജൻ്റെ ഈ സാക്ഷ്യം കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു സംഭവം, നമ്മൾ ഈ അപേക്ഷയൊക്കെ പൂരിപ്പിക്കത്തില്ലേ. അപ്പോൾ നമ്മൾ ബാങ്കിൽ അപേക്ഷയൊക്കെ പൂരിപ്പിക്കണം, വേറെ എന്തൊക്കെയല്ല ഇൻ്റർവ്യൂവിൻ്റെ അപേക്ഷയൊക്കെ പൂരിപ്പിക്കണം. താഴെ ഒരു സെക്ഷൻ ഉണ്ടായി, ഫോർ ഓഫീസ് യൂസ് ഒള്ളി, അല്ലേ, ഫോർ ഓഫീസ് യൂസ് ഒള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫീസിൻ്റെ കൺകറൻസ്, അത് ആ അപേക്ഷ വെരിഫൈ ചെയ്ത് അതിനെ റെക്കമെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമാർക്ക് എഴുതി മാറ്റുകയോ ചെയ്തിട്ട് ഓഫീസ് സീൽ വെക്കേണ്ട സ്ഥലമാണ്. ഫയലിലേക്ക് പോകണമെങ്കിൽ ഓഫീസ് ഒപ്പും വേണം, മാനേജറുടെ ഒപ്പും വേണം, ഓഫീസിൻ്റെ സീലും വേണം. അതിന് വേണ്ട ചില അണ്ണന്മാർ അതൊന്നും അറിയാതെ അവിടെ കയറി എഴുതും. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ചിലത് ദൈവം തന്നെ ചെയ്യേണ്ടതാണ്, അവിടെ ഓഫീസ് യൂസ് ഉള്ളിയാണ്, ദൈവം തന്നെ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്താൽ ശരിയാകത്തില്ല, നമ്മൾ ചെയ്താൽ അത് ക്യാൻസലാകും മിക്കവാറും. ഈ അറിയാൻ പാടില്ലാത്തവർ കയറി ഓഫീസിൻ്റെ പേപ്പറെ കയറി കുറേ പേരൊക്കെ എഴുതി നമ്മൾ സ്വന്തം കാര്യമൊക്കെ എഴുതി വെക്കണില്ലേ, അതുപോലെ വരും. അപ്പം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ദൈവം തന്നെ ചെയ്യേണ്ടത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തെ കൊണ്ട് അത് ചെയ്യിക്കണം. അതിനെന്ത് ചെയ്യണം? ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യാൻ, ഇപ്പോൾ ബൈബിൾ പറയത്തില്ലേ, ഇവൻ ഇത് ചെയ്തു കൊടുക്കാൻ ഇവൻ അർഹനാണ്. ആ വചനം എടുത്തേ, ലുക്ക 7:4. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന്, അത് യഹൂദ പ്രമാണികളാണ് കേട്ടോ. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന്
കേണ് അപേക്ഷിച്ചു പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. അതാണ് വിഷയം, അവൻ അർഹനാണ്. അപ്പം നമ്മൾ ഈ 4 ഓഫീസേഴ്സ് ഉള്ളെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അത് ദൈവം ചെയ്യാനുള്ള ദൈവം ചെയ്തോളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് ദൈവം അത് ചെയ്തു തരാൻ, ആ ഓഫീസിലെ വർക്ക് കൺകറൻസ് ചെയ്തു തരാൻ, സീൽ ചെയ്തു തരാൻ, സൈൻ ചെയ്തു തരാൻ നമ്മൾ തന്നെ ദൈവദൃശ്യനെ അർഹരാക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിൽ ഞാൻ ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൻസി. ഞാൻ ഹരിപ്പാട് കരുവാറ്റയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സാമുവേൽ വർഗീസ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരി 3-നാണ്. ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞങ്ങളുടെ വീട്ടിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും വീട്ടിലെ രോഗങ്ങളുടെ കാര്യങ്ങളും മൂലമാണ്. ഉടമ്പടി എടുത്ത 6 മാസത്തിന് ശേഷം എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് കിട്ടി. അതിൽ ഡയറക്റ്റ് ലിങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തു, ജോലി ലഭിച്ചു. ഞാൻ നേഴ്സായിട്ടാണ് ജോലി ചെയ്യാൻ പോയത്. ജോലിയുടെ പ്രോസസ്സിങ് 9 മാസമുണ്ടായിരുന്നു. ഈ 9 മാസത്തെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഇത്രയും താമസിക്കുന്നത് ഞാൻ പ്രതിഷ്ഠീകരണ ഉടമ്പടി നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരു ദിവസം കിടന്നപ്പോൾ രാത്രിയിൽ മാതാവിൻ്റെ ദർശനമുണ്ടായി. കലണ്ടറിലുള്ള മാസങ്ങൾ എനിക്ക് കണ്ടുവന്നു. ഒക്ടോബർ, ഡിസംബർ, ഏപ്രിൽ മാസങ്ങളായിരുന്നു ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ഒക്ടോബർ 1-ന് എനിക്ക് ഓഫർ ലെറ്റർ വരികയും ഡിസംബർ 7-ൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം അറ്റസ്റ്റ് ചെയ്യുകയും മാർച്ച് 4-ന് വിസ വരികയും എനിക്ക് ഏപ്രിലിൽ തന്നെ പോകാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ കുവൈറ്റിലെത്തി. കുവൈറ്റിലും ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് അവിടെ അഖണ്ഡ ജപമാലയിൽ മുടങ്ങാതെ പങ്കെടുത്ത് ഞാൻ അവിടുന്ന് നിന്ന പ്രത്യക്ഷീകരണ കാർഡും എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ അവിടുത്തെ ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറി എനിക്കവിടെ പതുക്കെ പിടിച്ചു നിൽക്കാൻ പറ്റി. 9 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻ്റായ വേറൊരു സ്ഥലത്തേക്കും ജോലി കിട്ടി. എനിക്ക് അങ്ങനെ ഇരിക്കെ എനിക്ക് വീട്ടിലേക്ക് വരാനുള്ള വെക്കേഷൻ്റെ സമയമായപ്പോൾ അവിടെ ഭയങ്കര യുദ്ധമുണ്ടായി. ഏപ്രിൽ 2-നാണ് ഞാൻ വരാനിരുന്നത്. ഫെബ്രുവരി 28 മുതൽ യുദ്ധമുണ്ടായി. മാർച്ച് 13 മുതൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന 33 ദിവസം 33 പ്രാവശ്യം ചൊല്ലാമെന്ന് തീരുമാനിക്കുകയും ഞങ്ങൾ ചൊല്ലുകയും ചെയ്തു. അങ്ങനെ മെയ് മാസം ആദ്യമായപ്പോൾ യുദ്ധം അവസാനിക്കുകയും ആ ഫ്രണ്ടിന് പോകാനിടയാവുകയും ചെയ്തു. ജൂൺ എനിക്ക് ജൂണിലാണ് ജോലിക്കുള്ള ലീവ് കിട്ടിയത്. പക്ഷേ അപ്പോഴും 1-2 ആഴ്ച മുമ്പേ എനിക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു. എയർപോർട്ട് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അപ്പോഴും ഞാൻ അഖണ്ഡ ജപമാല പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് രാത്രിയിൽ ഒരു ദർശനമുണ്ടായി. ഞാൻ 12 എന്നുള്ളൊരു ഡേറ്റിൽ 350 എന്ന സംഖ്യയും 12 എന്നുള്ള ഡേറ്റും കാണുകയും ഒരു ബസ്സിൻ്റെ സീറ്റിൽ ഞാൻ നടുക്കിയിരിക്കുന്നതായും സ്വപ്നം കണ്ടു. അങ്ങനെ 2-3 ദിവസം മുമ്പ് കഴിഞ്ഞ് എയർപോർട്ട് ഓപ്പൺ ചെയ്യുകയും 12-ാം തീയതി 300K-351 എന്ന ഫ്ലൈറ്റിൽ എനിക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. ഞാൻ ഫ്ലൈറ്റിൻ്റെ വളരെ നടുക്ക് തന്നെ ഇരുന്നാണ് യാത്ര ചെയ്തത്. ഇത്രയും നന്മകൾ നൽകിയ ദൈവത്തിന്, മാതാവിനും കൊടാനുകൂടി നന്ദി. എൻ്റെ ഭർത്താവിനെ ഉടമ്പടിയിൽ ചേർക്കാൻ എനിക്ക് സാധിച്ചു. ഉടമ്പടി എടുക്കാനിരുന്ന ഭർത്താവിനെ എനിക്ക് ഉടമ്പടിയിൽ ചേർക്കാൻ സാധിച്ചു. എൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ ഗ്ലോക്കോമയ്ക്ക് ആശ്വാസം കിട്ടി, നോർമലായി. ഗ്ലോക്കോമ കൂടുതലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് സർജറി കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇപ്പോൾ നോർമലായി തന്നെ നിലനിൽക്കുന്നു. എൻ്റെ പേര് സാമുവൽ. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, വൈഫ് ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുവൈറ്റിലേക്കുള്ളൊരു ഓഫർ വന്നതും അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, നാട്ടിലൊരു ജോലിയുണ്ട്, അത് കളയാതെ 5 വർഷത്തേക്ക് മറ്റു ലീവ് എടുത്ത് വേണമെങ്കിൽ പോയിക്കോ, തുടർച്ചയായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഞാൻ നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഈ പ്രോസസ്സ് ആരംഭിച്ചത്. അപ്പം 9 മാസത്തെ ഒരു പ്രോസസ്സാണെങ്കിലും ഇപ്പം വളരെ പെട്ടെന്ന് ഇദ്ദേഹം ഉടമ്പടിയിലൂടെ വളരെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അതത്ര വലിയ കാര്യമാക്കിയില്ല. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നാട്ടിൽ ജോലിയുണ്ട്,
പ്രശ്നമില്ല, അങ്ങനെ ഒരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഉടമ്പടിയിലൂടെ അത് നേടിയെടുത്തു. അങ്ങനെ 3 മാസം ഒരു വിസ വന്നു. 3 മാസത്തെ വിസയാണ് വന്നത്. 3 മാസത്തിനുള്ളിൽ കയറി പോകണമെന്ന് പറഞ്ഞു. അപ്പോഴും ഇത് ഞാൻ പറഞ്ഞു, ഇത് ഇവിടുത്തെ ലീവ് പേപ്പറൊക്കെ റെഡിയാണ്, മെഡിക്കലെല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ ലീവിന് അപ്ലൈ ചെയ്യാം. ലീവ് പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ഓഫീസിലെ സൂപ്രണ്ട് എൻ്റെ ഒരു പരിചയക്കാരനാണ്. പുള്ളിയോട് പറഞ്ഞാൽ മതി, നമുക്ക് ശരിയാക്കി തരാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ഇത് നേടിക്കൊണ്ട് ഞാനിത് ലീവിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. പുള്ളി പറഞ്ഞു, ഇത് ഒരു 3 മാസം ഇനിയും കാലാവധി ഒരു പ്രോസസ്സുണ്ട്, അതുകൊണ്ട് ഈ ലീവ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ ഇതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുന്നതല്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലീവ് സാക്ഷനായി വന്ന് നിങ്ങളുടെ അവിടുത്തെ 3 മാസത്തെ വിസയുടെ കാലാവധിയും കഴിഞ്ഞ് പിന്നെ ലീവ് ക്യാൻസൽ ചെയ്യാൻ നടക്കണം. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇപ്പോൾ പറഞ്ഞു, ശരി, വേറെ മാർഗ്ഗമൊന്നുമില്ല. തിരിച്ചു വന്ന് വീട്ടിൽ വന്നപ്പം വൈഫ് പറഞ്ഞു, ഞാനൊരു ഇവിടുത്തെ ലോക്കറ്റുണ്ട്, ആ ലോക്കറ്റ് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് നാളെ ഒന്നും കൂടെ പോയി അദ്ദേഹത്തോട് പറയുക, ചോദിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും പിറ്റേ ദിവസം പറഞ്ഞതല്ലേ എന്ന് എഴുതി വീണ്ടും പിറ്റേ ദിവസം ഈ ലോക്കറ്റുമായി അവിടെ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യം വീണ്ടും പറഞ്ഞു, സാറേ അത്യാവശ്യമാണ്, ഇതെങ്ങനെയെങ്കിലും സാധിച്ചു തരണം. അപ്പം പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഒരു 3 മാസം എടുക്കും, അപ്പം ഈ വിസയുടെ കാലാവധി ഇനി 1 മാസമേ ഉള്ളൂ, അപ്പം അത് തീരുവത് പോകാൻ നടക്കത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ചെയ്യാം, അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഡയറക്ടർ ഈ മാസം കഴിഞ്ഞ 2025 മെയ് മാസത്തിൽ റിട്ടയർ ആവുകയാണ്. പുള്ളി ഓൾറെഡി ലീവിലാണ്. ഇനി 30-ാം തീയതി വരികയുള്ളൂ. അപ്പോൾ 27-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ വിസ ക്യാൻസലാവും. അപ്പോൾ ഇദ്ദേഹം 30-ാം തീയതി വരികയുള്ളൂ. അതുകൊണ്ട് ഇത് എത്രമാത്രം പോസിബിളാണെന്ന് എനിക്കറിയില്ല. എങ്കിലും നീ പറഞ്ഞുകൊണ്ട് ഇത് പേപ്പർ വിടാം, ബാക്കി എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഇത് കൈകാര്യം ചെയ്തോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ശരി സാറേ, അത് വിടാൻ പറഞ്ഞു. എന്നിരുന്നാലും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡയറക്ടർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, നിൻ്റെ ആപ്ലിക്കേഷൻ അദ്ദേഹത്തിൻ്റെ മേശയിൽ എത്തിയിട്ടുണ്ട്, അദ്ദേഹം അത് സൈൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ഗവൺമെൻറ്റിലേക്ക് പോയാൽ മതി, അതും ഈ പറഞ്ഞ പോലെ ഞാനിവിടെ നിന്ന് പെട്ടെന്ന് നോക്കാം, ശ്രമിക്കാമെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വിസ തീരുന്നതിന് ഏകദേശം ഒരു 5 ദിവസം മുമ്പ് ലീവ് സാങ്ഷനായി കിട്ടുകയും അങ്ങനെ ഇദ്ദേഹം പോവുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു സംഭവം, അതായത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കാര്യം ഒരാൾ റിട്ടയർ ആകാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പേപ്പറിലും അദ്ദേഹം സൈൻ ചെയ്യത്തില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഇത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതും പ്രകാരം ഞാനിതിങ്ങനെ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഇത് സാധിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുക്കുമെന്ന്. അതിന് പ്രകാരമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലൂടെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. കുടുംബത്തിൽ വളരെ ഐശ്വര്യമുണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനയിലൊക്കെ കുട്ടികളെയൊക്കെ ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികളൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായി നേരത്തെ മുതൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പം അതൊന്നുകൂടെ കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കാൻ എല്ലാ ആഴ്ചകളിലും രോഗികളുടെ വീടുകളിൽ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും പിന്നെ അതേപോലെ എന്തെങ്കിലും മെഡിസിൻസ് ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടേഴ്സിനെ കാണണമെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ കൃത്യമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തപ്പം അത് കൂടുതൽ ആഴമേറിയ ഒരു ആത്മീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും എനിക്കും കുടുംബത്തിനും സാധിച്ചു. ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ഈശോയ്ക്ക് നന്ദി, മാതാവിന് നന്ദി. അതുപോലെ കൃപാസനം പത്രം എല്ലാ ആഴ്ച ഇദ്ദേഹം ഉടമ്പടിയിലുള്ള സമയത്തെ മെഡിക്കൽ കോളേജുകളിൽ വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ എല്ലാ വീടുകളിലും എൻ്റെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന പ്രദേശത്തുള്ള വീടുകളിൽ കൊണ്ടുപോയി ഈ പത്രം കൊടുത്ത് അവരുടെ കാര്യം പറഞ്ഞ് അവിടെ കുവൈറ്റിൽ ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിൽ പോകും. ഡെയിലി ബ്രെഡ് ഡെയിലി ബ്രെഡ് എന്നും കണ്ടിട്ട് സ്റ്റാറ്റസായിട്ടിടും. ഉടമ്പടി ധ്യാനം ഫേസ്ബുക്കിലും ഇടും. പ്രത്യക്ഷീകരണ കാർഡ് ഞാൻ വിതരണം ചെയ്യുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്. അമ്മ സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴും ഈശോ പറഞ്ഞ എൻ്റെ സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന്. അപ്പോൾ ആകാത്ത സമയമാക്കിയ അമ്മയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും കുടുംബ പ്രശ്നങ്ങളായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും എന്ത് പ്രതിസന്ധികളായാലും ആകാത്ത സമയമാക്കി തരുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. സമയത്തിന് മേൽ സ്വാധീനമുള്ള അമ്മ.
ആ അമ്മയുടെ ഒരു വലിയ ഇടപെടലിൽ കൂടെയാണ് ഈ മോൾക്ക് കുവൈറ്റിൽ പോകാൻ സാധിക്കുകയും പിന്നീട് പ്രാർത്ഥനയിലൂടെ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. 3 മാസത്തിനുള്ളിൽ ഒരു ലീവ് കിട്ടാനും പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ രീതിയിലും ഈശോ അമ്മയും ചേർന്ന് നിന്നാണ് ഈ മകളുടെ കാര്യത്തിൽ ഇടപെടുകയും ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ ആലയത്തിൽ വന്നിരിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ജീവിതത്തിൽ അസാധ്യമായിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾക്ക് പരിശുദ്ധമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ബലഹീനതകളോ നിരാശകളോ പരാജയങ്ങളോ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തിന് വിധേയമായി ജീവിക്കുമ്പോൾ അങ്ങയുടെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ നമ്മുടെ ജീവിതയാത്ര, അതായത് ആത്മീയ യാത്ര, പ്രത്യേകിച്ചും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ജീവിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നമ്മളെയും മാറ്റണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ബിൻസി ചാക്കോയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് ആദ്യം തന്നെ ഞാൻ പരിശുദ്ധ അമ്മയോടും ബിഷോപ്പിനോടും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രാജി. ഞാൻ മലപ്പുറം നിലമ്പൂർ ചുങ്കത്രയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം 10/1/2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനായിട്ട് ഉണ്ടായ സാഹചര്യം, ഞാൻ ചുങ്കത്രയിൽ നിന്നും എറണാകുളത്തേക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിനായി വന്ന സമയത്ത് എനിക്ക് ജോലി ലഭിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പേഴ്സണൽ ട്രെയിനിങ് ഒന്ന് കിട്ടും എന്നുള്ളത് മാത്രം വെച്ചിട്ടാണ് ഞാൻ അന്ന് നാട്ടിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്നത്. ഞാനും മക്കളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നത്. ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ആ സമയം ഞാൻ എടപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയ സമയത്ത് അവിടുന്ന് എനിക്കൊരു കൃപാസനം പത്രം കിട്ടുകയും ഞാൻ പത്രം കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ ഞാൻ എൻ്റെ ജോലിയുടെ നിയോഗം വെച്ചിരുന്നു. മോൻ്റെ എക്സാം ആയിരുന്നു. ഓൻ +1 പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനതായിരുന്നു നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ജോലി ഞാൻ ഉടമ്പടി എടുത്ത് 4ാമത്തെ ദിവസം തന്നെ അമ്മ മാതാവ് എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു. ആ ജോലി ലഭിക്കാനായിട്ട് ഞാൻ 2-3 ദിവസം ഞാൻ ഒരുപാട് കരഞ്ഞ് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസം മാതാവ് തന്നെ എനിക്ക് പ്രേരണ തരികയാണ്. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യൂ. ജിമ്മുകളുടെ നമ്പറുകൾ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. 3-4 ജിമ്മുകൾ എനിക്ക് ലിസ്റ്റിൽ വന്നു. ആദ്യം കണ്ട ജിമ്മിൻ്റെ ലിസ്റ്റിൽ തന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് കൊടുത്തു. ഞാൻ ജിമ്മിൽ ഇൻ്റർവ്യൂവിനായിട്ട് ചെന്നു. ഞാൻ തൃപ്പൂണിത്തറയുള്ള ജിമ്മിലാണ് ഇൻ്റർവ്യൂവിന് ഫസ്റ്റ് പോയത്. അവിടെ ചെന്ന് സാർ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ ഞാൻ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. ഉപ്പും കയ്യിൽ കരുതിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ മനസ്സിൽ വിചാരിച്ചതിലും കൂടുതലായി സാലറി തന്ന് മാതാവ് എന്നെ അന്ന് തന്നെ ആ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ എന്നോട് ജോലിയിൽ കയറാനായിട്ട് സാറ് പറയുകയും ഞാൻ രാവിലെ തന്നെ ജോലിയിൽ വന്ന് കയറുകയും ചെയ്തു. 4ാമത്തെ ദിവസം തന്നെ അമ്മ മാതാവ് എനിക്ക് ജോലി തന്ന അനുഗ്രഹം തന്നു. അതിനുശേഷം ജോലിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മോനാണ് അഭിദേവ്. അവൻ +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ കൂടെ ഇല്ല വീട്ടിൽ. ഇവൻ്റെ താഴെ ഒരാളും കൂടെ ഉണ്ട്. അപ്പം ഇവൻ പറഞ്ഞ എൻ്റെ അടുത്ത്, അമ്മ എനിക്ക് +1 എക്സാമിന് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 10th എക്സാമിനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാത്സ്. ഞാൻ ഈ +1 എക്സാമിന് മാത്സിന് തോൽക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് ഇവൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ അമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് നമുക്ക് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുക്കാം. ഞാൻ ഉടമ്പടിയിൽ ഈ ഒരു നിയോഗം വെച്ചിട്ടുണ്ട്, മോനിങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അവൻ പിറ്റേ ദിവസം തന്നെ അമ്മയും കൂട്ടി കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ അവനുണ്ടായ സാക്ഷ്യത അവൻ പറയാൻ ഞാൻ അവന് കൊടുക്കും. എൻ്റെ പേര് അഭിദേവ്. 2013 അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ കുറച്ച് പ്രശ്നങ്ങൾ കാരണം പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മാത്സിലൊക്കെ നല്ല മാർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് +1 കയറിയപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് പറഞ്ഞു, മാത്സും ഇതൊന്നും എനിക്ക് നല്ല പേടിയാണെന്ന് പറഞ്ഞു.
അപ്പോൾ അമ്മയാണ് പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ. ഞാനൊരു ഇതിൽ വന്നു, ഉടമ്പടി എടുത്തു, മാതാവിനോട് പ്രാർത്ഥിച്ചു. പരീക്ഷ കഴിഞ്ഞു. എന്താ പരീക്ഷയ്ക്ക് എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എക്സാം പേപ്പർ കിട്ടി, ഞാൻ എഴുതി പോന്നു. ഞാൻ പറഞ്ഞു അമ്മ എനിക്കൊന്നും അറിയത്തില്ല, അറിയാവുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പോന്നു. പിന്നെ മാർക്ക് കിട്ടിയപ്പോൾ എനിക്കതിൽ ഡബിൾ പാസ്സാണ്. ഞാൻ ജയിക്കാൻ മാത്രമല്ല +2 എക്സാം വരെ ഞാൻ പാസ്സായി. അതേപോലെ +2 എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു മാത്സിൻ്റെ കാര്യത്തിൽ. ശരിക്കും തോറ്റു എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ എങ്ങനെയോ ജയിച്ച് കിട്ടി. അവനന്ന് വന്ന് ഇവിടെ എടുത്തിട്ട് പോകുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നു, എക്സാമിന് നീ പോകുമ്പോൾ പ്രാർത്ഥിച്ച് ഉപ്പും തേനും കഴിച്ച് കാശുരൂപം എടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെയായിരുന്നു, അവനോട് എക്സാമിന് പോവും. അപ്പോൾ പോകുന്ന സമയമാകുമ്പോൾ ഞാൻ വിളിക്കും. അപ്പോൾ ഇവൻ എപ്പോഴും കാശുരൂപം എടുത്ത് പോക്കറ്റിൽ വെക്കും. ഇതേപോലെ ഉപ്പും തേനും കഴിച്ച് പോയി. മാത്സിൻ്റെ എക്സാം വന്നന്ന് ഇവൻ മാത്സിൻ്റെ എക്സാമിന് പോകുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ജിമ്മിൻ്റെ ടൈം കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് ഫ്രീ ടൈം ഉണ്ട്. ആ ടൈമിൽ ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവൻ എക്സാം ഹാളിൽ കയറുമ്പോൾ, എക്സാം ഹാളിൽ കയറി ഇറങ്ങിയിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ എക്സാം ഹാളിൽ കയറി പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ എനിക്ക് അറിയുന്നതായിട്ട് ഒന്നും തന്നെ തോന്നിയില്ല. എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് തോന്നിയത്. ഞാൻ പേപ്പർ തന്നു. ഞാൻ അപ്പോൾ കുരിശ് പേപ്പറിൽ വരച്ച് ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയോ എഴുതി. എനിക്ക് എന്തൊക്കെയോ എഴുതിയതെന്ന് എനിക്കറിയില്ല. അറിയുന്ന പോലെയൊക്കെ ഞാൻ എഴുതി പോന്നു എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ അന്ന് +1ൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവന് ഡബിൾ പാസ് മേലെ മാർക്ക് ഉണ്ടായിരുന്നു എക്സാമിന്. അതേപോലെ തന്നെ +2 എൻഡിങ് ആയപ്പോഴും അവൻ പറഞ്ഞു, ഇതേപോലെ ഞാൻ +2 പാസ്സാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ, മാത്സിന് ഞാൻ ചിലപ്പോൾ തോക്കുമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. നീ അമ്മ മാതാവിനെ തന്നെ പിടിക്കുക, അതേപോലെ തന്നെ നീ പ്രാർത്ഥന തുടർന്ന് പോകണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവൻ പ്രാർത്ഥനയൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. പ്രാർത്ഥനയൊക്കെ അവൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് +2ൻ്റെ എക്സാം കഴിഞ്ഞു. 70% മാർക്കോട് കൂടി ഇവൻ +2 പാസ്സായി. അതിനുശേഷം ഞാൻ കൊച്ചിയിലേക്ക് തന്നെ ഇവരെ രണ്ടുപേരെയും കൊച്ചിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഇവനെ അവൻ്റെ അനിയനെയും കൊച്ചിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. ഞങ്ങളിവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഇവിടെ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞ്, ഇവൻ അവധിയാണല്ലോ എന്ന് പറഞ്ഞ് ഇവനൊരു പാർട്ട് ടൈം ആയിട്ടൊരു ജോലിക്കും കൂടെ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ബ്ലിങ്കിറ്റിൽ ജോലിക്ക് കയറി. 1.5 മാസം ഇവൻ ബ്ലിങ്കിറ്റിൽ ജോലിക്ക് പോയി. ബ്ലിങ്കിറ്റിൽ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസമെങ്കിലും കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാലേ അവിടെ ഇവർക്ക് സ്ഥിരമായിട്ടാവുള്ളൂ, മെഡിക്കൽ അലവൻസുകളൊക്കെ കിട്ടുള്ളൂ. ആ ടൈമിൽ ഇവന് പോകാൻ വേണ്ടി എന്നെ ജിമ്മിൽ നിന്ന് ഇവൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കി. ഇവൻ തിരിച്ച് ജോലി സ്ഥലത്തിലേക്ക് പോകുന്ന ടൈമിൽ ഒരു സൊമാറ്റോയുടെ വണ്ടി വന്ന് ഇവൻ്റെ വണ്ടിയിൽ ഇടിക്കുകയും ഇവൻ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീഴുകയും ഇവൻ്റെ കാലിൻ്റെ അടിഭാഗം ഫുള്ള് 2ആയി പിളർന്ന് പോവുകയും ചെയ്തു. ആ എല്ല് പൊട്ടി അതിനുള്ളിലൂടെ താഴേക്ക് വരികയും ചെയ്തു. ഒരു മഴ സമയത്താണ്, ഇതേപോലെ ഡിസംബറിലൊരു മഴ ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ഇവൻ വീഴുന്നത്. അതും ചെളിയിലേക്കാണ് വീണത്. ഈ മുറിയിൽ നിറയെ ചെളി കയറിപ്പോയി. എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലുന്നു. ആ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞു. നമുക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ആ ഒരു സമയത്തോടു കൂടി തന്നെ എല്ലാം കയ്യിൽ നിന്നും പോയി. നമുക്ക് ചിലവിനുള്ള പൈസ മാത്രമാണ് കയ്യിൽ ഉണ്ടാവുക. ആ ടൈമിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒരു 5000 രൂപയും കൊണ്ടാണ് ഓടിപ്പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, മുറിയുടെ ഉള്ളിൽ നിറയെ ചെളി കയറി പോയിട്ടുണ്ടായിരുന്നു. അത് അവർ ക്ലീൻ ചെയ്തു, എങ്കിലും ഇവന് ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അത്രത്തോളം ചെളി ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സർജറി നടത്തണം. 12 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. 6 മണിക്കുള്ളിലായിട്ട് സർജറിക്ക് ഇവനെ കയറ്റണം. 35,000 രൂപ സർജറിക്കായിട്ട് കെട്ടിവെക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. 5,000 രൂപയും കൊണ്ടുപോയി ഞാൻ 35,000 രൂപ സർജറി എന്ന് കേട്ടപ്പോൾ ശരിക്കും പേടിച്ചു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാണ്ടായി. വേറെ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. ഞാൻ ആളെ വിളിച്ചു. അവൻ ഓടി വന്നു. അവനവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. വൈഫും ഒരു കുഞ്ഞു കൊച്ചുമാണ്. അവരെയും കൊണ്ട് ഓടി വന്നു. പക്ഷെ അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ ബ്ലിങ്കിറ്റിലെ സാറുമാരും വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അവർ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, 3 മാസമെങ്കിലും ആവാണ്ട് നമുക്ക് മെഡിക്കൽ അലവൻസ് ഒന്നും അവന് കിട്ടില്ല. പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു. EMCയിലായിരുന്നു ഇവനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൊച്ചിയിൽ. അങ്ങനെ അവർ തന്നെ അന്വേഷിച്ചു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, സർജറി ഇന്ന് നടത്താൻ പറ്റില്ല, നാളത്തേക്കേ നമുക്ക് സർജറിക്ക് പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ EMCയിലെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നാളത്തേക്ക് സർജറിക്ക് നിൽക്കുകയാണെങ്കിൽ കാലിൽ ഇൻഫെക്ഷൻ കയറിപ്പോവും, പിന്നെ കാല് മുറിക്കേണ്ട അവസ്ഥ പോലുള്ള കാര്യങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കും, അവനെ അത് ഭാവിയിൽ ഒരുപാട് ദോഷം ചെയ്യും. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് സർജറിക്കുള്ള കാര്യങ്ങൾ നീക്കാനാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു.
ഞാനപ്പോൾ അവിടെ നിന്ന് അമ്മ മാതാവിനെ ഈശോയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ നിമിഷം ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എൻ്റെ ഇടോ വലോ എൻ്റെ അപ്പനും അമ്മയും ഉണ്ടാവണം, വേറെ ആരും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിക്കയറി ചെല്ലുമ്പോൾ ഇവനെ എക്സ്റേ എടുക്കാൻ വേണ്ടി കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവൻ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിക്കുന്നുള്ളത് വെച്ച് അവൻ സിസ്റ്ററോട് പറയുന്നുണ്ട് അമ്മ പേടിക്കും, അമ്മയോട് കൂടുതലായിട്ടൊന്നും പറയില്ല എന്ന് ഇവൻ പറഞ്ഞിട്ടാണ് ഇവനെ എക്സ്റേക്ക് കൊണ്ടുപോകുന്നത്. എക്സ്റേ എടുത്തിറങ്ങിയപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി വേണ്ടി വരും, അത്രയും ആഴത്തിലുള്ള മുറിവാണ്, എല്ല് പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്, എന്നിട്ടും അവൻ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയം ഞാൻ ആ ഒരു നേരം ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും വിളിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഈ അപ്പനെയും അമ്മയും വിളിച്ചത് മാത്രമേ എനിക്കുള്ളൂ. വേറെ ആരും എന്നെ സഹായിക്കാനായിട്ട് ആ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അതിനുള്ള സഹായം ചെയ്യാനൊന്നും പറ്റുന്ന സാമ്പത്തികാവസ്ഥയിലൊന്നും ഉള്ളവരല്ല. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് ഇത് മാത്രം പറഞ്ഞു. അതിനുശേഷം സാറുമാർ എന്നോട് പറഞ്ഞു ബ്ലിങ്കിറ്റിലെ ഹെഡുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ, കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. അയാൾ അവരുമായിട്ട് സംസാരിച്ചു, ഹെഡുമായിട്ട് സംസാരിച്ചു. ആ സാർ എൻ്റെ കയ്യിൽ ഫോൺ തരാൻ പറഞ്ഞു. സാറ് ഫോൺ തന്നു. ഞാൻ എൻ്റെ അവസ്ഥകൾ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു 30,000 രൂപ ഇപ്പം തന്നെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇടാം. ആ സമയം തന്നെ പറഞ്ഞ് 3 മിനിറ്റിനകത്ത് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു. ഞാൻ അപ്പം തന്നെ ഓടിക്കൊണ്ട് 30,000 രൂപ അവൻ്റെ സർജറിക്ക് അടച്ചു. 6 മണിക്ക് തന്നെ അവനെ സർജറിക്ക് കയറ്റി. സർജറി കഴിഞ്ഞു, അവനെ ഇറക്കിയതിന് ശേഷം ഹെവി ബ്ലീഡിങ് ആയിരുന്നു കാലിൽ. ഓവറായിട്ട് ചെളി ഉള്ളിൽ പോയതുകൊണ്ട് അവർ അധികം സമയം ക്ലീനിങ്ങും കാര്യങ്ങളും എടുത്തത് കൊണ്ട് തന്നെ ബ്ലീഡിങ് ഉണ്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദന സഹിക്കാണ്ട് റൂമിൽ വന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിരുന്ന സമയത്തും ഞാൻ കാശ് രൂപം എടുത്ത്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് രൂപം എടുത്ത് അവൻ്റെ മേളിൽ കൊന്തയിൽ ഇട്ട് കൊടുത്ത്, അവൻ്റെ കഴുത്തിലിട്ട് കൊടുത്ത്, ഉപ്പും തേനും അവൻ്റെ വായിലിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി നീ കണ്ണടച്ച് കിടക്ക്, വേദന കുറയുമെന്ന് പറഞ്ഞു. ആ വിശ്വാസ പ്രമാണം ചൊല്ലി അത് പൂർത്തിയാകുന്നതിന് മുന്നേ അവൻ മയക്കത്തിലേക്ക് പോയി. പിന്നെ അവൻ ആ വേദന ഉണ്ടായിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നവരെയും ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിലും അവൻ വേദന ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അത് ഡോക്ടർ അത്ഭുതമായിട്ട് പറയുകയും ചെയ്തു. വേദന അത്രയും പറയാതിരുന്നത് കൊണ്ടിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടെ നടത്തുമ്പോൾ ബ്ലഡ് ഫുള്ള് തറയിലൂടെ പോകുമായിരുന്നു. ഡോക്ടർ വന്ന് വഴക്കും പറഞ്ഞു. ഫിസിയോതെറാപ്പിസ്റ്റ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവനെ നടത്തിച്ചതിൻ്റെ പേരിൽ. എന്നിട്ടും ഇവന് ആ വേദന പിറ്റേ ദിവസം ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ ചിന്ത, രാവിലെ ആകുമ്പോൾ ബില്ല് തരും, ഞാൻ എവിടുന്ന് കൊണ്ടുപോയി ഈശോയെ പൈസ അടയ്ക്കും, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഈശോനെ അമ്മമാതാവിനെ മാത്രം വിചാരിച്ചാണ് ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അവിടുന്ന് ഞാൻ താഴത്തേക്ക് ലിഫ്റ്റിൽ താഴെ ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ഫോൺ ചെറുപറാന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് വരികയാണ്. എനിക്കറിയാത്ത പല നമ്പറുകളിൽ എൻ്റെ ഫോണിലേക്ക് ജിപേയിൽ നിന്ന് പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. ജിമ്മിലെ ക്ലയൻസുകൾ, ഞാൻ എടുക്കുന്ന ക്ലയൻസ്, എനിക്ക് പരിചയമില്ലാത്ത ക്ലയൻസ്, എൻ്റെ എവിടുന്നൊക്കെയോ എനിക്കറിയില്ല, എൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയോ എൻ്റെ ഫോണിലേക്ക് ജിപേയിൽ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 85,000 രൂപയായി ഇവന് ഹോസ്പിറ്റലിൽ അന്ന്. 5,000 രൂപയും കൊണ്ട് കയറി എനിക്ക് 85,000 രൂപ ഹോസ്പിറ്റലിൽ അടയ്ക്കാനും പിന്നെ ഒരു മാസം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ഇവനെ നോക്കി വീട്ടിലിരിക്കണം. അതിനും കൂടെ ഉള്ള പൈസയും കൂടെ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ മാതാവ് എനിക്ക് തന്നു. 28,000 രൂപ എക്സ്ട്രാ ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ തന്നിട്ടാണ് ഇവനെ 3 തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു പൈസ കൂടെ എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നിട്ടാണ് എന്നെ അമ്മ മാതാവ് ആ ഹോസ്പിറ്റലിൻ്റെ പടി ഇറക്കിയത്. അപ്പോൾ അന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നൊരു വചനമാണ് സങ്കീർത്തനം 55:22. നിന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊള്ളുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മളൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ വിട്ടുകൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. അപ്പോഴാണ് നമ്മുടെ ഈശോ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ താങ്ങുന്നുള്ളത്. എനിക്ക് ഇത് മാത്രമായിട്ടല്ല, പല പല അനുഗ്രഹങ്ങളിലൂടെ എനിക്ക് മനസ്സിലായതാണ്. അങ്ങനെ ഞാനിവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് 3 മാസത്തോളം ഇവിടെ നിന്ന് കാലിലെ എല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവനെ കൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നെക്സ്റ്റ് ലെവലിൽ എനിക്ക് ഇവനെ പഠിപ്പിക്കണം. ഇനിയിപ്പം ഇവനെ വേണ്ടിയിട്ട് ഒന്നും വെക്കാനില്ല. അപ്പം ഞാൻ ഇനിയും ജിമ്മിൻ്റെ കോഴ്സ് ഇതെടുത്തത് കൊണ്ട് വിദേശത്തേക്ക് പോകാമെന്നൊരു തീരുമാനം എടുത്ത് ഞാൻ ഇവിടുന്ന് തന്നെ പാസ്പോർട്ടിനൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ ഇവനെയും കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ളൊരു രീതിക്ക് ഇവിടുന്ന് പോയി, അല്ലെങ്കിൽ നാട്ടിൽ പോയി ജോലി എടുക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് ഇവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചു. ഇവിടുന്ന് പോകാനുള്ള വണ്ടിക്കൂലി അത്യാവശ്യം ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ചുങ്കത്തറ വരെ പോകണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വണ്ടിക്കൂലി വരും.
ബാക്കി കാര്യങ്ങൾ ചിലവുകളൊക്കെ ഉണ്ട്. ഇതെനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അന്ന് ഞാനൊരു വെള്ള പേപ്പർ എടുത്ത് അതിലൊരു ഡേറ്റ് ഇട്ട് മാതാവിന് ഞാൻ എഴുതി വെച്ചു, ഈ ഡേറ്റിൽ എനിക്ക് ഇവിടുന്ന് പോകണം, അതിന് എനിക്ക് പണം വേണം. അതിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു രൂപ പോലും ഇല്ല, ഇപ്പം നടന്നു പോകുന്ന ചിലവിനല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 21-ാം തീയതി ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. 22 ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 21-ാം തീയതി ഞാൻ ജിമ്മിൽ ചെന്നപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു സ്കൂട്ടി ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇത് സെയിലാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ എനിക്കിതൊന്ന് സെയിലാക്കി തരാമോ, എനിക്ക് പോകാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോൾ ആ മാം പറഞ്ഞു, നീ അങ്ങനെ വണ്ടി വിറ്റിട്ട് പോകണ്ട എന്ന് പറഞ്ഞ് ആ നിമിഷം കവിത എന്ന് പറയുന്നൊരു മാം, ആ മാമിൻ്റെ കയ്യിൽ കിടന്നൊരു മോതിരം എനിക്ക് ഊരി തരികയാണ്. നീ നിൻ്റെ ആവശ്യം പോലെ ചെയ്തു, ഇതെനിക്ക് തിരിച്ചാവശ്യമില്ല. അവിടെ ആ മാതാവാണ് എനിക്ക് ആ ഒരു സമയം പ്രവർത്തിച്ച ചേച്ചിയിലൂടെ എനിക്ക് പൈസ തരുന്നത്. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പണമായിട്ടാണ് ഞാൻ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് തിരിച്ചു പോകുന്നതും മക്കളെ അവിടെ കൊണ്ടുപോകുന്നതും. ആ സമയത്തൊക്കെ എനിക്ക് പൈൽസിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു, മുന്നേ മുതലേ ഉണ്ടായിരുന്നു. ഞാനിത് ഇതിനിടയ്ക്കൊന്നും കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഹെവി ബ്ലീഡിങ്ങോ പോലെയൊക്കെ ആയി. പക്ഷെ അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ പേരിൽ ഒരു മരുന്ന് പോലും ഞാൻ കഴിക്കില്ല, ഞാൻ എവിടെയും പോവില്ല. ഇത്രയൊക്കെ എന്നെ താങ്ങുന്ന എൻ്റെ ഈശോ എന്നെ അവിടെ താങ്ങുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മരുന്നൊന്നും എടുത്തില്ല. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ തൈലവും ഉപ്പും തേനും കഴിച്ചു, തൈലം തേക്കും, ഇങ്ങനെ ആയി. ആ അസുഖം എനിക്ക് തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ അസുഖം പൂർണ്ണമായിട്ടും പോയി. ഞാനൊരു ഡോക്ടറെ കാണിച്ചിട്ടില്ല, ഒരു മരുന്ന് കഴിച്ചിട്ടില്ല. എനിക്ക് അസുഖം പൂർണ്ണമായിട്ടും മാറ്റി തന്നു. ഒരു ചിക്കനോ അങ്ങനെ ഒരു മുട്ടയോ പോലും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം മുതൽ എനിക്ക് പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കതൊരു ഒരു കുഴപ്പമില്ല. അവിടുന്ന് തൊട്ട് ഇന്ന് വരേക്കും എനിക്ക് അതിൻ്റെ ഒരു സിംറ്റംസും വന്നിട്ടില്ല. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. ഇന്ന് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാനും ഇവനും കൂടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. അമ്മ മാതാവിൻ്റെ അവിടെ അമ്മമാർ മാത്രം താമസിക്കുന്ന ഒരു അനാഥാലയമുണ്ട്, അവിടെ പോവാറുണ്ട്. സമയം കിട്ടുമ്പോൾ ഞാൻ അവർക്ക് വസ്ത്രങ്ങളൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട്. ഡെയിലി ജപമാലയും വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. ഞാൻ വീട്ടിലുള്ള സമയത്താണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവനും അനിയനും കൂടെ വരും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുരിശ് വരയ്ക്കും, ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും. അല്ലാത്ത ടൈം ഇവരില്ലെങ്കിലും ഞാനില്ലെങ്കിലും അവർ ചൊല്ലും, പ്രാർത്ഥന മുടക്കാറില്ല. ഞാൻ എന്നും വൈകുന്നേരം സമയം കറക്റ്റ് ആ ടൈമിന് എനിക്ക് കിട്ടില്ലെങ്കിലും രാവിലത്തത് കറക്റ്റ് സമയത്ത് ഞാൻ 5:30 ചെല്ലിയിട്ട് പോകും. 5:30 ആകുമ്പോൾ എനിക്ക് ജിം ഓപ്പൺ ചെയ്യണം. വൈകുന്നേരത്ത് ഞാൻ വന്ന് കഴിയുന്ന ആ സമയത്ത് ഞാൻ എന്നും പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പോവാറുള്ളത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഇനിയും മുമ്പോട്ടുള്ള ജീവിതം ഈശോയും അമ്മ മാതാവും എനിക്ക് താങ്ങും തണലുമായി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്ക് ഉണ്ട്. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാം വചനമാണ്. ഈശോയുടെ അമ്മയുടെയും കൈരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചാൽ, ആ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാവുമ്പോൾ ആ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. അങ്ങനെയാണ് ഈ മകൾക്ക് സർജറി എല്ലാം പൂർത്തിയായി മകനുമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുവാൻ സാധിച്ചത്. പിന്നീട് ഹൗസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോയപ്പോഴും വെള്ള പേപ്പറിൽ 22 എന്ന ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും 21-ാം തീയതി കാശ് വന്നിട്ടില്ല. കൂട്ടുകാരിയോട് ഒരു സ്കൂട്ടി വിറ്റിട്ട് കാശുമായിട്ട് തൽക്കാലത്തേന് ഉള്ള സാമ്പത്തികമായിട്ട് നടത്താമെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ആ സ്വന്തം കൂട്ടുകാരിക്ക് കയ്യിലിരുന്ന മോതിരം ഊരിക്കൊടുക്കാനായിട്ട് തോന്നിച്ചത് അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ അതും സാധിച്ചു കൊടുക്കുകയും പിന്നീട് രോഗാവസ്ഥയിലായിരുന്നു. പൈൽസ് എന്ന അസുഖം വന്നപ്പോഴും രോഗത്തിന് മരുന്നൊന്നും കഴിക്കാതെ വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യം ലഭിച്ചതുമൊക്കെ. പിന്നീട് ഈ മകനും അമ്മയും ചേർന്ന് പത്രം കൊടുക്കുകയും മറ്റുള്ളവർ കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും പ്രാർത്ഥനാ ജീവിതവും ജപമാലയും ബൈബിൾ വായനയും കൊന്തയും ഒക്കെ ഒന്നിച്ചിരുന്ന് ഈ അക്രൈസ്തവരായ മക്കൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ഫലമായിട്ട് ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം കൂടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സാക്ഷ്യത്തിൽ നിന്ന്. വചനം പറയുന്നത് പോലെ നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കുമെന്നാണ്. ഈ മക്കളുടെ ജീവിതത്തിലും കർത്താവ് മുൻപിൽ തന്നെയാണ് നടന്നത്. എല്ലാ കാര്യത്തിലും ഈശോയുടെയും അമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു.
ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. നമ്മുടെ കാവലായിട്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മെ സംരക്ഷിക്കാനായിട്ട് കൃപാസനം അമ്മയുണ്ട്. നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നമ്മെ മുന്നോട്ട് നയിക്കുവാനായിട്ട്, ഈശോയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട്. ഉടമ്പടി പ്രാർത്ഥനയിൽ നാം അനുഭവിക്കുന്നത് ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയാണ്. നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മുടെ മുൻപിലും പിൻപിലുമുണ്ട്. പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭയപ്പെടേണ്ട. ജീവിതത്തിൽ വൈകി പോകുന്ന കാര്യങ്ങളുണ്ടായാലും ദൈവം ശരിയായ സമയത്ത്, തക്ക സമയത്ത് നമ്മെ നയിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും യേശുവിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുവാനുള്ള വഴി കാണിച്ചു തരാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. രാജിക്കും അഭിദേവനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.